നാഥനായി ജനിക്കുന്നല്ല, അത് പിന്നീട് പൗരോഹിത്യം കടത്തിക്കൂട്ടിയതാ. തദ്ദീഹ രമണീയാം ശരണേ ഹബ്ബി ആശേ ഹയദേ രമണീയാം യോനി അപദ്യോരൻ ബ്രാഹ്മണയോനി ക്ഷത്രിയയോനി വൈശ്യയോനി ചണ്ടാലയോനി എന്ന് ഛന്ദോപനിഷത്ത് പറയുന്നത് പൗരോഹിത്യം എന്നുണ്ടാക്കിയത്. നമ്മളൊക്കെ ഒന്നാണ്, ഒരച്ഛന്റെ മക്കൾ, അമ്മയുടെ മക്കൾ. നമ്മുടെ തൊലി നിറവും നമ്മുടെ സൗന്ദര്യവും ഒക്കെ പടച്ചോൻ നിശ്ചയിച്ചതാണ്. അതിലൊന്നും ആർക്കും ഒരു മേന്മയില്ല. മനസ്സിന്റെ പരിശുദ്ധതയിലാണ് മേന്മ കുടികൊള്ളുന്നത്, മനുഷ്യന്റെ സംസ്കാരത്തിലാണ് മേന്മ കുടികൊള്ളുന്നത്. കറുപ്പ് ഒരിക്കലും വിമർശിക്കപ്പെടേണ്ട ഒന്നല്ല. അല്ല, കറുപ്പും വെളുപ്പും ദൈവനിശ്ചയമാണ്. വിശുദ്ധ ഖുർആൻ 82-ാം അധ്യായം 6, 7, 8 വചനങ്ങൾ. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഔദാര്യവാനായ നിന്റെ റബ്ബ് ഈശ്വരൻ, ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ, ദീദീപികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ലോകത്തിന്റെ തമ്പുരാൻ, അഷ്ടദിക്കുകളെയും സംവിധാനിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ. ആ നാഥന്റെ കാര്യത്തിൽ നിന്നെ മറപ്പിച്ച ഘടകം എന്താണ്? നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെട്ടുപോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരുടെ നോക്കിയേ, ഈ ലൈറ്റിൽ, ഈ വട്ടത്തിൽ പാറി നടക്കുന്ന കൊച്ചു പ്രാണികളെ ശ്രദ്ധിച്ചില്ലേ? ആരാണ് അതിനെ സംവിധാനിച്ചത്? ആരാണ്? ഇതാ മഴ തൂങ്ങി നിന്നപ്പോ ഭയാശങ്കകൾ പറഞ്ഞു പലരും എന്നോട്, അല്ല ഉസ്താദേ മഴ പെയ്യോ? ദൈവനിശ്ചയം അതാണോ? നടക്കട്ടെ. ദൈവം ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും? ആണോ? ഏതെങ്കിലും ഒരു ഹിന്ദു ദൈവമോ ഏതെങ്കിലും ഒരു ക്രിസ്തീയ ദൈവമോ മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾ ആരാധിക്കുന്ന ഏതെങ്കിലും ആരാധ്യ കഥാപാത്രങ്ങളോ ആണോ മഴയെ കൺട്രോൾ ചെയ്യുന്നത്? അല്ല. അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സുപ്രീം പവർ, ലോകത്തിന്റെ സിട്ടാവ്, ദീദീപികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, യഹോവ, ദി ഗോഡ്, അല്ലാഹു, സാക്ഷാൽ പടച്ചതമ്പുരാൻ, അവനെ ഇതൊക്കെ നിയന്ത്രിക്കും. അതുകൊണ്ടാണല്ലോ നമുക്ക് ഭയാശങ്ക ഉണ്ടായത്. ആരിത് കൺട്രോൾ ചെയ്യും? ആർക്കിതിന് നിയന്ത്രിക്കാൻ കഴിയും? ഞാൻ കഴിഞ്ഞ മെനയാന്ന് മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നു. പ്രസംഗിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് 3 ആളുകൾ കൊല്ലപ്പെട്ടു, മിന്നലേറ്റിന്. ആർക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ആർക്ക്? ക്ഷണപ്രഭാചഞ്ചലമായ ഈ ജീവിതത്തെ ആർക്ക് നിയന്ത്രിക്കാൻ കഴിയും? അതുകൊണ്ട് എല്ലാവരോടും ഗൗരവമായി മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം നിങ്ങൾ നോക്കിയേ. ഉപനിഷത്തുകൾ, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദം, അതാണ് ചതുർവേദം. ഈ ചതുർവേദങ്ങൾ ദൈവീകമെന്നും അല്ല, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലെ സവിശേഷമാക്കപ്പെട്ടതും പ്രസ്താവ്യമാക്കപ്പെട്ടതും വളരെ കേട്ടകരി തിരിച്ചു മാറ്റിയ ദശോപനിഷത്തുക്കൾ. ഈശാവാസ്യോപനിഷത്തുണ്ട്, ബൃഹദാരണ്യോപനിഷത്തുണ്ട്, മണ്ഡകോപനിഷത്തുണ്ട്, കഠോപനിഷത്തുണ്ട്, ശ്വേതാശ്വേതോപനിഷത്തുണ്ട്. ഇതെല്ലാം പഠിച്ചിട്ടാണോ ഒരാൾ ഹിന്ദു ആയത്? നെവർ, ഒരിക്കലും അല്ല. ഈ കാലഘട്ടത്തിൽ അല്ല. മഹാഭൂരിപക്ഷം ആളുകളും വേദം പഠിച്ചിട്ടല്ല ഹിന്ദു ആയത്, ഖുർആൻ പഠിച്ചിട്ടല്ല മുസ്ലിമായത്, ബൈബിൾ പഠിച്ചിട്ടല്ല ക്രിസ്ത്യാനിയത്. അതിന്റെ തകരാറ് അവിടെ. ഇവിടെ യഥാർത്ഥത്തിൽ മതമില്ല, മതമേ ഉള്ളൂ. ആനക്ക് മതറുകയെന്നറിയില്ലേ? മൈഥയുടേതാ, അതാണ് നെല്ലാട്ടൽ. മതമല്ല, സാക്ഷാൽ മതമല്ല. മതം, ആനക്ക് മതമിളകുക എന്ന് പറയുന്ന മൈഥയുടേത, ആ മതമാണ് എന്നിവിടെയുള്ളത്. കലാപമാണ്, ആർക്കും പരസ്പരം കണ്ടുകൂടാ, ചിരിക്കാൻ അറിഞ്ഞുകൂടാ. ഇത് കുരങ്ങ് ഇളിക്കലാണ്, മനുഷ്യൻ ചിരിക്കലാണ്. മനുഷ്യന് മാത്രമേ ചിരിക്കാൻ കഴിയൂ. ലോകത്തൊരു ജീവിയും പല്ലിളിച്ച ഇളിക്കുക എന്ന് മാത്രമേ പറയൂ, ചിരിക്കുക എന്ന് പറയില്ല. ചിരിക്കൽ മനുഷ്യന്റെ പ്രത്യേകതയാണ്. പരസ്പരം ചിരിക്കുക, ഹസ്തദാനം ചെയ്യുക. എന്തൊക്കെ ദൈവട്ട വിശേഷങ്ങൾ എവിടെ എന്ന് ചോദിച്ചാൽ എന്ത് സമ്പത്താണ് നഷ്ടപ്പെടാൻ? എന്തൊക്കെ ബഷീറെ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നതിന് ആരാ നമുക്കിടയിൽ ഗ്യാപ്പ് നിശ്ചയിച്ചത്? അത് നമുക്കൊന്ന് പരിശോധിക്കണം, പഠിക്കണം. ഒരൊറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പ്രശ്നങ്ങൾക്ക് നിങ്ങൾ കേൾക്കും, നിങ്ങളുടെ അഭിപ്രായം പറയും, വിപരീതം പറയും, എതിര് പറയും, അനുകൂലിക്കും, എല്ലാം ശരിയാണ്. പക്ഷെ ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വെളിച്ചമായാൽ അത് ശ്രദ്ധിക്കണം. ഓം അസദുമാ സദ്ഗമയ തമസുമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. അല്ലേ? ഏത് ക്ഷേത്രാങ്കണത്തിലെയും ആളുകളുടെ പ്രാർത്ഥനകളിൽ ഒന്നെന്താ? ഓം എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റിദ്ധാരണയാണ്. അത് RSSകാരുടെ ചിഹ്നാണ്. ആണോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഋഗ്വേദം നിങ്ങൾക്കറിയോ? വേദ സംഹിതകളെ പരിശോധിച്ചിട്ടുണ്ടോ? സംസ്കൃത നിഘണ്ടു പരിശോധിച്ചിട്ടുണ്ടോ? സംസ്കൃത നിഘണ്ടുവിൽ ഓം എന്ന് പറഞ്ഞ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. ഓം എന്ന് പറഞ്ഞാൽ എന്താണ്? പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. ഈ ലോകത്തിന്റെ സിട്ടാവ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ആ നാഥനെ കുറിക്കാനാണ് ഓം എന്ന് പറയും. അസതോമാസദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണമേ. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. മൃത്യുമാ അമൃതംഗമയ, നശ്വരമായ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ
അനശ്വരമായ ജീവിതത്തിലെ അങ്ങനെ ഒരു ജീവിതം പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മൾ? മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിപ്പിൻ നൽകപ്പെടും. ശ്രീമദ് ബൈബിളിൽ മാർക്കോസിന്റെ 30 മുതലുള്ള വചനം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. മാർക്കോസിലെ 12-ാം അധ്യായം. വിശുദ്ധ ഖുർആൻ പറയും, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ദൈവമേ നേരായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണം. പ്രവാചകന്മാരുടെ ഉന്നതമായ സംസ്കാരങ്ങളുടെ വഴിത്താരകളിൽ നീ ഞങ്ങളെ വഴി നടത്തണം. ഇതാണ് മനുഷ്യന്റെ ഉള്ളിലെ പ്രാർത്ഥന. ശരി, മതത്തെ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? വേദങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ട് വേദത്തിൽ നിന്ന് യഥാർത്ഥ ദൈവവിശ്വാസം മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിന്റെ കുഴപ്പം എവിടെയുണ്ട്? ഋഗ്വേദം ശരിക്ക് പരിശോധിക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും വിശ്വാസത്തിൽ വേദം പറയുന്നതൊന്ന് വേറെ, നിങ്ങൾ പറയുന്നതൊന്ന് വേറെ. ഇതെങ്ങനെ സംഭവിച്ചു? കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരുപാട് മുസ്ലിങ്ങളുള്ളൊരു ഏരിയയാണ്. അവിടെ മുസ്ലിം സമൂഹത്തിൽ നിങ്ങൾക്ക് കാണാം ദർഗകൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പൊത്തിച്ച് അവിടെ ഉറൂസുകൾ, നേർച്ച വഴിപാടുകൾ. ഇത് ഇസ്ലാമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു? അല്ല. ഖുർആൻ വായിച്ചാൽ നിങ്ങൾക്ക് ഇത് എതിരാണെന്ന് മനസ്സിലാവും. പ്രവാചകനെ പഠിച്ചാൽ ഇത് ചെയ്യാൻ പാടില്ലെന്നറിയാം. പിന്നെ എവിടുന്ന് കിട്ടി? അതാണ് പ്രശ്നം. യഥാർത്ഥ മതത്തിനപ്പുറത്ത് മതമല്ലാത്തതിനെ മതമായി, എന്നിട്ട് അത് മതമായി ആഘോഷിക്കുകയും യഥാർത്ഥ മതത്തെ കയ്യൊഴിയുകയും യഥാർത്ഥ മതത്തെ വിട്ടുകളയുകയും ചെയ്തു ലോകം. അതുകൊണ്ട് സംഭവിച്ച എന്തൊക്കെ ദുരന്തങ്ങൾ, എത്രയെത്ര ദുരന്തങ്ങൾ. യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങൾ അല്ലെ, വളരെ വ്യക്തമാണ്. ധർമ്മത്തിന് സ്തുതി സംഭവിക്കുമ്പോൾ, അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ യുഗങ്ങൾ തോറും ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഞാൻ അവതരിക്കുന്നു. വിശുദ്ധ ഖുർആൻ, ഇസ്ലാം പ്രവാചകന്മാരെയാണ് തിരഞ്ഞെടുക്കുക. ആ മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകന്മാർ അവര് വരും. എന്നിട്ട് പറയും, ഏകനായ ഒരു പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, അവനെയാണ് ആരാധിക്കേണ്ടത്, അവന്റെ മുമ്പിലാണ് നേർച്ച നേരേണ്ടത്, അവന്റെ മുമ്പിലാണ് വഴിപാടർപ്പിക്കേണ്ടത്. വളരെ സിമ്പിളായി ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ ശരിക്കും പഠിച്ചിട്ടുണ്ടോ നമ്മൾ? ദൈവമേ ഈശ്വര എന്നൊക്കെ പറയുന്ന ആ ദൈവത്തെ നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ ഒരു മുസ്ലിം മന്ത്രിയെ തിരഞ്ഞെടുക്കുകയുണ്ടായി. എല്ലാവരും പറയാം, അയാള് മന്ത്രി ആകുന്നതിന് തലേ ദിവസം അയാൾ ചെന്നതെവിടേക്കാണ്? ആദരവ് തേടി, ഭക്തി തേടി പ്രാർത്ഥിക്കാൻ മമ്പറം തങ്ങളുടെ ദർഗയിൽ. അത് ന്യൂസായിട്ട് പത്രത്തിൽ വന്നു. ഇത് ദൈവത്തെ സ്തുതിക്കേണ്ടതിന് പകരം ദൈവത്തിന്റെ അടിമകളെ ആരാധിക്കുക, അവിടെ ചെന്നിട്ട് സ്തുതി പറയാം. അന്ന് അതേ പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. പത്രത്തിന്റെ 3-ാം പേജിൽ യുവരാജ് സിംഗ്, ഇന്ത്യയിൽ അറിയപ്പെട്ട ക്രിക്കറ്റ് താരം, രോഗിയായി കിടക്കുകയായിരുന്നു. അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് റിലീസായപ്പോ വാർത്തയുടെ തലക്കെട്ടെന്താ അറിയോ? യുവരാജ് സിംഗ് ദൈവത്തെ സ്തുതിച്ചു. നോക്കണം, ഒരു മുസ്ലിമിനുണ്ടാകേണ്ട വിശ്വാസം യുവരാജ് സിംഗിനുണ്ടാകേണ്ട ഒരു മുസ്ലിം മന്ത്രി. എന്തൊരു വിരോധാഭാസമാണ്! ദൈവത്തെ നിങ്ങൾ ആലോചിച്ചേ, നമുക്ക് വായു നൽകുന്നത് ആര്? പഠിക്കേണ്ടതല്ലേ? നമുക്കാരാ വെള്ളം നൽകുന്നത്? ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഉദാഹരണം ചെയ്തത് വ്യക്തമാക്കാം. ഒരു വലിയ ഡൈനിങ് ടേബിൾ, നീണ്ട ഒരു ഡൈനിങ് ടേബിൾ, ചുറ്റിലും കസേരയിൽ എല്ലാ ഹിന്ദു മത സന്യാസിമാരും ഒരു ഭാഗത്ത്, എല്ലാ ക്രിസ്തീയ പണ്ഡിതന്മാരും ഒരു ഭാഗം, എല്ലാ മജൂസി മതപണ്ഡിതന്മാരൊരു ഭാഗം, ജൈന ബുദ്ധ മത സമൂഹത്തിലെ പണ്ഡിതന്മാരൊരു ഭാഗം, ഇസ്ലാമിനെ പ്രതികരിച്ചുകൊണ്ട് കുറച്ച് പണ്ഡിതന്മാരൊരു ഭാഗം. ഈ ചർച്ച വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്താ ഈ വാചകത്തിന്റെ അർത്ഥം എന്നറിയോ? ഖുർആനിലെ 3-ാം അധ്യായം 64-ാമത്തെ വചനം. മുസ്ലിങ്ങളുടെ ബാധ്യത നിങ്ങളൊക്കെ പഠിച്ചു വെക്കണം. മുസ്ലിങ്ങളുടെ തെറ്റ് തിരുത്തി കൊടുക്കണം. എന്താ തെറ്റ്? നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയണം, നിങ്ങളുടെ ജൂതന്മാരോട് സ്നേഹത്തോടെ പറയണം, വാ. ക്രിസ്ത്യാനികളോട് പറയണം, വാടാ. രാമനെ വിളിച്ചിട്ട് പറയണം, വാടാ. നമുക്കിടയിലെ ചർച്ച അവസാനിപ്പിക്കാനും തല്ല അവസാനിപ്പിക്കാനും ഒറ്റ വഴിയുണ്ട്, നമ്മളൊരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലിരിക്കുക. വിശുദ്ധ ഖുർആൻ പറയണം, എല്ലാരെയും വിളിക്കുക. എന്നിട്ട് പറയാ അവരോട്, നമ്മുടെ ഒക്കെ ദൈവം ഒന്നല്ലേ, നമ്മൾ എന്തിനാ തമ്മിൽ തല്ലണത്? നിങ്ങളുടെ വേദത്തിലും ഇതില്ലേ, ഞങ്ങളുടെ വേദത്തിലും ഇതുണ്ട്, എന്നിട്ട് പിന്നെ എന്തിനാ നമ്മൾ 3ആയി തല്ലിയത് എന്ന് ചോദിക്കാൻ ഖുർആൻ മനുഷ്യരോട് പറയും. വല തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ. നോക്കൂ, നിങ്ങൾ വേദക്കാരുമായി സംവാദത്തിൽ ഏർപ്പെടുക, സ്നേഹ സംവാദം. ക്രിസ്ത്യാനികളോട്, ജൂതന്മാരോട്, നമ്മുടെ ജൂത, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് പറഞ്ഞ് മാറിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഒക്കെ കയ്യിലുള്ള വേദത്തിൽ ഏകദൈവാരാധനയാണ്. ഒറ്റ ദൈവം, ഒരൊറ്റ ജനത. നോക്കൂ, ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത. എന്തൊരു സുന്ദരമാണ്! ശ്രീനാരായണ ഗുരു ശാരദ പ്രതിഷ്ഠ നടത്തി, ശിവലിംഗ പ്രതിഷ്ഠ നടത്തി, കണ്ണാടി പ്രതിഷ്ഠിച്ചു. ഒടുവിൽ ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടായി.
വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ നേതാവുമായി ശ്രീനാരായണ ഗുരുവിന് ബന്ധമുണ്ടായിരുന്നു. ബന്ധം മാത്രമല്ല, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രഭാഷണം ശ്രീനാരായണ ഗുരു